മാഡം, അഴകത്തുള്ളവരെയെല്ലാം ക്ലോസായി നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അരവിന്ദിനെയും ആനന്ദിനെയും അനന്തുവിനെയും നമ്മുടെ വിങ് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യേണ്ടത് അവരെ മാത്രമല്ല, അഴകത്ത് സുമംഗലാദേവിയെയും. അവിടെ വേറൊരു പെൺകുട്ടി ഉണ്ടല്ലോ, എന്താ അവളുടെ പേര്? ബാലാമണി. അവളെയും കൂടി ചേർക്കണം. അവളെ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ മാഡം? ഇങ്ങനൊരു ഇഷ്യൂവിൽ സ്ത്രീകൾ എങ്ങനെ ഇൻവോൾവ് ആവും? നമ്മളങ്ങനെ ആരെയും മാറ്റി നിർത്തണ്ട. അന്വേഷണത്തിന്റെ അവസാനം സ്ത്രീകൾ പ്രധാന പ്രതികളായി മാറുന്ന എത്രയോ കേസുകൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാ മാഡം, അത് ഞാൻ അംഗീകരിക്കുന്നു. ലീലാമ്മയുടെ തിരോധാനത്തിന് പിന്നിൽ അഴകത്തുള്ള ആരോ ഒരാളാ. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനി ഏതായാലും ബുദ്ധിപരമായ ചരടുവലികൾ നടത്തി ഒരുപാട് കാലമൊന്നും മറഞ്ഞു നിൽക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല. ഒരു ദിവസം അയാളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. അമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഇതിലെ തെറ്റും ശരിയൊന്നും ഇപ്പൊ ഞാൻ ആലോചിക്കുന്നില്ല. അതിനൊന്നുമുള്ള സമയം ഇപ്പൊ എന്റെ കയ്യിലില്ല. ലീലാമ്മ കാരണം ഒരിക്കലും ഈ അഴകത്ത് വീട് തകരരുത്. രണ്ടമ്മമാരെയും മനസ്സിലാക്കിയിട്ടുള്ള ആളാ ഞാൻ. എനിക്കവരെ രണ്ടുപേരെയും വേണം. അതിന് ഈ ഒരു വഴി എന്റെ മുമ്പിലുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ, ക്രൂരതയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അമ്മ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറയുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യുന്നത്. അച്ഛൻ കുറെ നേരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. നീ സുമംഗലയോട് എന്ത് തെറ്റാ ചെയ്തത്? നിൽക്കുക. എന്താ നിന്റെ മനസ്സില്? സുമംഗല അറിയാതെ എന്താ നീ ഒളിപ്പിച്ചോണ്ട് നടക്കണത്? തെറ്റാണോ ക്രൂരതയാണോ എന്നൊക്കെ നിനക്ക് തന്നെ സംശയമുള്ള ആ കാര്യം എന്താ? എന്താ ഏട്ടാ? ഹേയ്, ഒന്നുമില്ല. നീ എന്താ എങ്ങനെ നോക്കണത്? എന്താ ഏട്ടനൊരു പരിഭ്രമം? എന്തോ കള്ളത്തരം ഉള്ളതുപോലെ. എന്ത് കള്ളത്തരം? എന്തോ ഉണ്ട്. അതെന്താണെന്ന് ഏട്ടൻ പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. ഒന്നുമില്ല. നിന്നോട് ഞാനൊന്നും മറച്ചു വെക്കാറില്ലല്ലോ സുമംഗലേ. പിന്നെന്താ ഏട്ടന്റെ പ്രശ്നം? ഞാൻ ആ ലീലാമ്മയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. അവരെ ആരോ എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുക. ചിലപ്പോ അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം? ഏട്ടനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അത് എനിക്കൊരാളെ സംശയമുണ്ട്. ആരെ? ആദ്യം എൻ്റെ സംശയം സത്യമാണോ എന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം ഞാൻ സംശയിക്കുന്ന ആളുടെ പേര് നിന്നോട് പറയാം.
സത്യമാണോടാ വിനയ? ദേവു ഇപ്പൊ അഴകത്താണോ താമസിക്കുന്നത്? അതേ ചേച്ചി, അല്ലാതെ ഞാനെന്തിനാ കള്ളം പറയുന്നത്? അപ്പോ എന്റെ മോള് ഇപ്പൊ അവളുടെ ഏട്ടന്റെ കൂടെയാ താമസിക്കുന്നത് അല്ലേ? ചേച്ചിയുടെ ഒരു ബന്ധുണ്ടല്ലോ, ആ പ്രഭാകരൻ. അയാൾ വലിയ സമരമൊക്കെ ആയിരുന്നു വീടിന്റെ മുന്നിൽ. അവസാനം പോലീസൊക്കെ ഇടപെട്ടു. അങ്ങനെയാ ലീലാമ്മ ചേച്ചിയുടെ മോളെ അഴകത്ത് താമസിപ്പിക്കാമെന്ന് തീരുമാനമായത്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇതൊരു ഭാഗ്യല്ലേ? അതെ, എന്നെ എന്റെ മോളെ സംബന്ധിച്ച് ഇതൊരു മഹാഭാഗ്യം തന്നെയാണ്. ഇതിനൊക്കെ കാരണക്കാരി ആരാണെന്നും കൂടി ഇടയ്ക്ക് ഓർക്കണം. ശരിയാ വിനയ, ഒക്കെ ബാലാമണിയുടെ മെടുക്ക. അവൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ കാര്യങ്ങളൊക്കെ വേറൊരു രീതിയിലാകുമായിരുന്നു. ഇപ്പോ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ബാലാമണി തന്നെയാ. അവളുടെ തീരുമാനമായിരുന്നു ശരിയെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. മോളെ, അച്ഛനൊരു മനസമാധാനം ഇല്ല, ഉറക്കം പോലും വരണില്ല. നീ ഇങ്ങനെ തുടങ്ങല്ലേ. അച്ഛന്റെ സമാധാനം നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. അഴകത്തുകാർ സന്തോഷമായിട്ടിരിക്കുമ്പോഴേ ഈ കുഞ്ഞുണ്ണിക്ക് മനസമാധാനം ഉണ്ടാവും. അഴകത്ത് വീടിന്റെ സന്തോഷം തല്ലിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും, അതിനി സ്വന്തം മോളാണെങ്കിലും എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. ഈ വീടിന്റെ സ്വസ്ഥത തകർക്കാൻ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നല് അച്ഛനുണ്ട്. തോന്നലല്ല, അതിൽ വാസ്തവം ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ദേ, അനന്തുവിനോടും കവിതയോടും നിനക്ക് പകയുണ്ടാകാം. പക്ഷേ സുമംഗലയെ കരയിച്ചുകൊണ്ട് നീ ആ പക തീർക്കരുത്. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ലീലാമ്മയെ സംബന്ധിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിനക്കറിയാം. നീ അത് ആരോടും പറയാതെ കൊണ്ടു നടക്കുക. മോളെ, നീ അച്ഛനോടെങ്കിലും സത്യം പറയേ. ലീലാമ്മ എവിടെ ഉണ്ടെന്ന് നിനക്കറിയോ? ദേ, നീ അത് എന്നോട് പറഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിലുള്ള സംശയങ്ങൾ ഞാൻ സുമംഗലയോട് പറയും. എന്താ, അത് വേണോ? സുമംഗലയോട് കള്ളം പറയാൻ നിനക്ക് കഴിയില്ലല്ലോ. അച്ഛാ, നാളെ നമുക്കൊരിടം വരെ ഒന്ന് പോവാം. അച്ഛന്റെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം അവിടെയുണ്ട്. എന്താ ഇവിടെ? ഇതേതാ സ്ഥലം? നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അച്ഛന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം തരാൻ. അച്ഛൻ വരൂ. എന്താ മേഡം? പേടിക്കണ്ട, എന്റെ അച്ഛനാ. എവിടെ? അകത്തുണ്ട്, എന്തോ ജോലിയില്ല. ഒന്ന് വിളിക്കൂ, ഞാൻ വന്നൊന്ന് പറഞ്ഞാൽ മതി. ശരി. മോളെ, എന്താ ഇതൊക്കെ? അച്ഛനൊന്നും മനസ്സിലാവണില്ല. അച്ഛൻ കുറച്ചു നേരം ഒന്ന് ക്ഷമിക്ക. മോളെ, ആ എന്റെ ഗുരുവായൂരപ്പാ, ഞാൻ എന്തായി കാണണേ? ഇതൊക്കെ സത്യാണോ അതോ സ്വപ്നോ? സത്യം. ഇതിന്റെയൊക്കെ പിന്നിൽ ബാലാമണി തന്നെയായിരുന്നു. ഹേ, നീ എന്താ അധിക പ്രസംഗം മോളെ കാട്ടിയത്? നീ എന്താ കരുതിയത്? ഈ സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിട്ട് എന്റെ സുമംഗലെ മക്കളെയും തീറ്റിക്കാന്നോ? അതിന് ഞാൻ സമ്മതിക്കില്ല. ദേ, ഇപ്പോ ഈ നിമിഷം നീ എന്റെ കൂടെ വന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. അല്ലാത്ത പക്ഷം സുമംഗലയോടും പോലീസിനോടും എനിക്കെല്ലാം പറയേണ്ടി വരും. എന്താ നിന്റെ തീരുമാനം? വേഗം പറയാ. അമ്മയുടെ കണ്ണീര് കാണാൻ ഞാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ അച്ഛന് തോന്നിയിട്ടുണ്ടോ? അഴകത്തുകാരും അമ്മയെ അനുഭവിക്കുന്ന ഈ ദുരിതം കണ്ട് രസിക്കാനല്ല, അഴകത്ത് വീടിനെയും പ്രാണനെ പോലെ
എന്റെ അമ്മ സ്നേഹിക്കുന്ന ആ 3 മക്കളെയും രക്ഷിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഈ അമ്മയെ ഒളിപ്പിച്ച് നിർത്തി ആരോടും എനിക്ക് പകയൊന്നും തീർക്കാനില്ല. പക്ഷേ അഴകത്തുകാരെ എനിക്ക് രക്ഷിക്കണം. ഈ അമ്മയുടെ മകൻ ആരാണോ ആ ആള് ഈ അമ്മയ്ക്കൊപ്പം പോകാൻ തയ്യാറാവണം. അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അതിലേക്കെത്താൻ എന്റെ മുമ്പിൽ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും അച്ഛൻ അംഗീകരിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ ഈ അമ്മയും കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പൊയ്ക്കോളാം. ഒക്കെ ചെയ്തത് ഞാനാണെന്ന് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്യാം. അരുത് മോളെ, നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇതല്ലാതെ ബാലമണി വേറെ എന്ത് ചെയ്യണമായിരുന്നു? ഇത് ചതിയല്ലേ? സുമംഗലയോടും അവളുടെ മക്കളോടും ചെയ്യുന്ന ചതി. അഴകത്തെ വീട്ടിൽ നിന്ന് സുമംഗലാമ്മയെ കൊണ്ട് തന്നെ എന്നെ പുറന്തള്ളിച്ചതിൽ ചതിയില്ലേ? മക്കളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മയുടെ സ്നേഹത്തെ മുതലെടുക്കാൻ ശ്രമിച്ചതിൽ ചതിയില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇത് ചതിയല്ലച്ച, തന്ത്രമാണ്. സ്നേഹം പരാജയപ്പെടുന്നിടത്ത് തന്ത്രങ്ങൾക്കേ പ്രാധാന്യമുള്ളൂ. അഴകത്ത് വീടിന് നഷ്ടപ്പെട്ടു പോയ ഒരുമ എനിക്ക് തിരികെ കൊണ്ടുവരണം. അതാ എന്റെ ലക്ഷ്യം. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ എന്റെ കൂടെ ഉണ്ടാവണം. അച്ഛന്റെ സഹായം കൂടി ഉണ്ടെങ്കിലേ എനിക്ക് ജയിക്കാൻ കഴിയുള്ളൂ. എന്താ അച്ഛന്റെ തീരുമാനം? എന്റെ കൂടെ നിൽക്കാമെന്നോ അതോ ഈ അമ്മയും കൂട്ടി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോണോ? എന്ത് വേണമെന്ന് അച്ഛൻ പറഞ്ഞോളൂ, ഞാൻ അതുപോലെ ചെയ്തോളാം. നിൽക്കാം, ഞാൻ നിന്റെ ഒപ്പം നിൽക്കാം. ചിന്തിച്ചു നോക്കിയപ്പോ ഇത് തന്നെയാ ശരിയെന്ന് എനിക്ക് തോന്നി. എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് മാത്രം നീ പറഞ്ഞാ മതി. ചേട്ടാ, എന്തൊരു നരകം ഇത്! മുടിഞ്ഞ കൊതുകും മനുഷ്യനെ കിടക്കാൻ സമ്മതിക്കൂല. അയ്യോ, മൂട്ടയുണ്ടാ പൊട്ടകള്. ഏതോ ഗോഡൗണാ എനിക്ക് റൂമായിട്ട് തന്നേക്കണത്. യെസ്, കമിങ്. പാല് ഇനി ഇത് കുടിക്കാതെ ഇയാൾ ഉറങ്ങാതിരിക്കണ്ട. ഇതാ വേലക്കാരി പെണ്ണ് കൊണ്ടുവരുമായിരുന്നല്ലോ, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടണത്? 6 മണി കഴിഞ്ഞാ സെർവന്റ് അവളുടെ വീട്ടിൽ പോവും. അത് ഞാൻ അറിഞ്ഞില്ല. പലതും പ്രതീക്ഷിച്ചു. എന്താ താനെന്താ പ്രതീക്ഷിച്ചത്? അല്ല, അത് പിന്നെ എനിക്കെന്തും പ്രതീക്ഷിക്കാലോ. പിന്നെ ഈ പാല് കുടിച്ചോണ്ടൊന്നും എനിക്ക് ഉറക്കം വരുന്നത് തോന്നണില്ല. എന്ത് മുറിയാടോ ഇത്? എന്ത് ചൂടതിൻ്റെ അകത്ത്? മുടിഞ്ഞ കൊതുകും. ഓ, മൂട്ടയാണെങ്കിൽ ഇഷ്ടം പോലെ. തനിക്ക് ഈ ഫാനൊന്നും ഇടാൻ പാടില്ലായിരുന്നു. ഫാനൊക്കെ എനിക്ക് അലർജിയല്ലേ. ഇവിടെ AC ഇല്ലേ? ഇല്ല. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ കഴിഞ്ഞുകൂടണേ? ആ, ഞങ്ങൾക്കാർക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. എന്നാ ഇത് പിടിച്ചനിയൻ, എനിക്ക് കുഴപ്പമുണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. നാളെ എനിക്ക് ഈ മുറിയിൽ AC വേണം. ആ, നോക്കാം. നോക്കാൻ തോന്നിയിട്ട് കാര്യമില്ല. നോക്കണം, നടക്കണം. ഇതൊക്കെ ശീലായതുകൊണ്ട് അതില്ലാതെ വലിയ പാടാ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ആ, ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ 6 മണിക്ക് വേലക്കാരി പെണ്ണ് ഇവിടുന്ന് പോകും. പലതും പ്രതീക്ഷിച്ചു. അമ്മ എനിക്ക് കിടന്നോളൂ.
നന്നായിട്ടൊന്നുറങ്ങിയ ഈ തലവേദനയ്ക്ക് അങ്ങ് മാറിക്കോളും. ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നീ നിർബന്ധിച്ചതുകൊണ്ട് ടാബ്ലറ്റ് കഴിച്ചെന്നേ ഉള്ളൂ. ദേവും പ്രഭാകരനും എല്ലാരും കൂടി അമ്മയുടെ മനസമാധാനം കളയുന്നുണ്ടല്ലേ? ആദ്യം എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയത്. എന്തിനാ ചിരിക്കുന്നത്? ഇപ്പൊ അമ്മയുടെ തോന്നലൊക്കെ മാറിയോ? മാറിയെന്ന് മാത്രമല്ല, ചെറുതെങ്കിലും ചില സന്തോഷങ്ങളൊക്കെ എന്റെ കൺമുന്നിൽ ഞാൻ കാണുന്നുണ്ടല്ലോ. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? സന്തോഷിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? നീ അതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാ നിനക്ക് മനസ്സിലാവാത്തത്. ലീലാമ്മയുടെ വിഷയം ഇത്ര വലിയൊരു പ്രശ്നമായി മാറിയതുകൊണ്ട് മാത്രമല്ലേ ദേവുവിന് അഴകത്ത് വീട്ടിൽ താമസിക്കാൻ പറ്റിയത്. അല്ലായിരുന്നുവെങ്കിൽ ലീലാമ്മയുടെ മോൾ ഈ വീടിന്റെ പടി ചവിട്ടാൻ എന്റെ മക്കൾ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ നിനക്കും ഒരു ചിരി? ഹേയ്, പുറമേ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ശരിക്കും രസിക്കുന്നുണ്ടല്ലേ? ഈ വീടിന്റെ മുറ്റത്ത് നിന്ന് കണ്ണുനീരോടെയാ ലീലാമ്മ ഇറങ്ങിപ്പോയത്. കിണിയിൽപ്പെട്ട എലിയെപ്പോലെ ഇന്നെന്റെ മക്കൾ പരക്കം പായുന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീയുടെ കണ്ണുനീരിന്റെ ശാപമാണ്. അതവരനുഭവിക്കണം. ആ, ദേവുവിന്റെ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ചോളണം. അവൾക്കിവിടെ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ശരിയമ്മേ. ചെല്ല്, മോള് പോയി ഉറങ്ങിക്കോ. അമ്മേ, അത് ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ എന്നെ തല്ലൂ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു കാര്യം? തല്ലുകെട്ടുന്ന എന്ത് കാര്യം നീ ചോദിക്കാൻ പോകുന്നത്? ഹാ, എന്തായാലും ചോദിക്ക. സത്യത്തില് ലീലാമ്മയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആരാ? അല്ല, മക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ അഴകത്തമ്മയ്ക്ക് വേണമെങ്കിൽ അത് ചെയ്യാവല്ലോ. എടീ, തല്ലില്ല എന്ന് അമ്മ എനിക്ക് വാക്ക് വന്നതാ. ഇല്ല, ഞാൻ നിന്നെ തല്ലില്ല. ലീലാമ്മയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ആരായാലും ഇപ്പൊ അയാളോട് എനിക്ക് ബഹുമാനവും സ്നേഹവുമാണുള്ളത്. ചില തിരിച്ചറിവുകൾ എന്റെ മക്കൾക്കുണ്ടാവാൻ കാരണക്കാരൻ അയാളാണല്ലോ. ചിലപ്പോ എല്ലാം നന്മയിൽ അവസാനിക്കുമായിരിക്കും, അല്ലേ മോളെ? അതെ അമ്മേ, ഇതിന്റെയൊക്കെ അവസാനം അങ്ങനെ തന്നെയാവും. അമ്മ കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ ശരിയാ, ഞാൻ സമ്മതിക്കണു. നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ലീലാമ്മയുടെ മകൾക്ക് അഴകത്തെ വീട്ടിൽ ഒരിക്കലും ഒരിടം കിട്ടില്ലായിരുന്നു. എന്നാലും മോളെ, അച്ഛൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇന്ന് വരെ സുമംഗലെ ഒളിപ്പിച്ച് ഒരു കാര്യം അച്ഛൻ ചെയ്തിട്ടില്ല. അതാ എന്റെ പേടി. എങ്കിൽ ഇത് അച്ഛൻ അമ്മയിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നത് അമ്മയുടെ നന്മയെ കരുതി തന്നെയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചോളൂ. എന്റെ ഗുരുവായൂരപ്പ, വേറെ അപകടമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. എന്ത് അപകടം ഉണ്ടാവാൻ അച്ഛാ? ഞാനാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അഴകത്തെ ഒരാൾക്കും ഒരിക്കലും സംശയം തോന്നില്ല. അങ്ങനെ ആരും ചിന്തിക്കുക പോലുമില്ല. എന്നാലും ഒരു പേടി മനസ്സിൽ കുടുങ്ങിക്കിടപ്പുണ്ട് മോളെ. എന്നെങ്കിലും ഇതൊക്കെ സുമംഗല അറിയുന്ന ഒരു ദിവസം വരും. അന്ന് നമ്മൾ ഇതിനൊക്കെ എന്ത് ന്യായീകരണം അവളോട് പറയുക? ഇനി എന്ത് ന്യായം പറഞ്ഞാലും അവളത് അംഗീകരിക്കുവോ? നിന്നെ തെറ്റുകാരിയായിട്ട് കാണില്ലേ? കൂടെ നിന്ന് നീ ചതിക്കുകയായിരുന്നു എന്നല്ലേ സുമംഗലയ്ക്ക് തോന്നുക? ഇല്ലച്ച, എന്നെങ്കിലും ഈ സത്യം പുറം ലോകം അറിഞ്ഞാൽ മറ്റാരെന്നെ കുറ്റപ്പെടുത്തിയാലും എന്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തില്ല. അങ്ങനെ ഒരു വാക്ക് അമ്മയുടെ നാവിൽ നിന്നും വരില്ല. അത്രയ്ക്ക് അമ്മ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്.
എന്നിട്ടും ഞാൻ ഈ കാര്യം അമ്മയോട് തുറന്നു പറയാതിരിക്കുന്നത് സ്വന്തം മക്കൾ വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ എന്റെ അമ്മയ്ക്ക് കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാ. അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും അതുകൊണ്ട് ഇനി എന്ത് ഗുണമുണ്ടാവുമെന്ന് പറഞ്ഞാലും എന്റെ അമ്മ അത് ചെയ്യില്ല. മറ്റാരും അത് ചെയ്യാൻ അമ്മ സമ്മതിക്കുകയില്ല. അതെനിക്കറിയാം. നിന്റെ വഴി ശരിയാണെന്ന് നിനക്ക് ബോധ്യമുള്ള സ്ഥിതിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്ത് സഹായത്തിനും അച്ഛൻ കൂടെ ഉണ്ടാവും. എന്താ വേണ്ടതെന്ന് നീ പറഞ്ഞാൽ മാത്രം മതി. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അച്ഛൻ ചെയ്തു തീർക്കേണ്ട ചില ജോലികളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സൂചനകൾ തന്നിരുന്നു അച്ഛന്. ആ ഉവ്വ്. എങ്കിൽ നാളെ മുതൽ അച്ഛൻ ആ ജോലികൾ തുടങ്ങണം. അല്ല, ഞാൻ പറയുന്നത് അവര് വിശ്വസിക്കുമോ മോളെ? രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പ്. ഇപ്പോ അവർക്ക് അതാ അച്ഛൻ ആവശ്യം. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് എന്തോ അവര് വിശ്വസിച്ചോളും. ധൈര്യമായിട്ട് അച്ഛൻ അച്ഛന്റെ ജോലി തുടങ്ങിക്കോളും.